ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2-ൻ്റെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 2-ൽ മെയിനായിട്ട് നമ്മൾ മറ്റൊരു ഡേറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സോ ലിങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കും പഠിക്കുന്നുണ്ട്. സോ ഇനിഷ്യലി ലിങ്ക് ലിസ്റ്റിൽ തന്നെ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്, അതിൻ്റെ ഓപ്പറേഷൻസും, ദെൻ നമുക്ക് സ്റ്റാക്കും ക്യൂവും ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചിട്ട് പറയാറുണ്ട്. പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ യൂസിങ് ലിങ്ക് ലിസ്റ്റ്. സോ ഇതൊക്കെയാണ് നമ്മുടെ സിലബസ് ആയിട്ട് വരുന്നത്. ദെൻ അപ്പോൾ നമുക്ക് ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് പറയുന്നതിന് മുന്നേ എന്തിനാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റിലേക്ക് വന്നത് എന്നുള്ള കാര്യം നോക്കണമല്ലോ. സോ അപ്പം എന്താണ് നമുക്ക് നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറേസിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അറേസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാക്കും ക്യൂവും ഇംപ്ലിമെൻറ്റേഷൻ വരെയാണ് നമ്മൾ കണ്ടത്. പിന്നെ എന്താണ് അറേ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറേ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അറേസ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. നിങ്ങൾ ഓൾറെഡി ലീനിയർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. സോ ലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ഡേറ്റ എലമെൻസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അടുത്തടുത്തുള്ള സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും. അല്ലെങ്കിൽ ഒരു ഡേറ്റ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ആരാണ്, അല്ലെങ്കിൽ അതിന് ശേഷം ആരാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 5 എലമെൻറ്റ്സ് കഴിഞ്ഞിട്ട് ആരാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവും അല്ലേ. സോ ലീനിയർ ഓർഡറിൽ അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡറിൽ ഡേറ്റ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ്, അല്ലെങ്കിൽ മെമ്മറിയിൽ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ലീനിയർ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അറേസ് നമുക്ക് ഡേറ്റ എലമെൻസിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, എലമെൻസിനെ ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അറേയുടെ സൈസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അറേ സൈസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. ഞാൻ ഇനിഷ്യലി ഒരു 5 എലമെൻ്റ് ഉള്ള ഒരു അറേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 5 എലമെൻസിനെ മാത്രമാണ് ഇനിഷ്യലി എനിക്കതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇനി എനിക്കൊരു അടുത്തൊരു 2 എലമെൻറ്റിനെ കൂടി അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു സ്പേസ്, ഇത് കഴിഞ്ഞിട്ടുള്ള മെമ്മറിയിലുള്ള സ്പേസ് ഫ്രീ ആകണമെന്ന് ഒരു ഉറപ്പുമില്ല. ചിലപ്പം ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അതുകൂടി ഈ അറയിലേക്ക് എനിക്ക് ആഡ് ഓൺ ചെയ്യാം. അത് ഫ്രീ ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാനും പറ്റത്തില്ല. സോ ഇവിടെ അറേയിലേക്ക് നമുക്ക് ഇൻസേർഷനും ഡിലീഷനും എന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയാൻ കാരണം അത് പോസിബിൾ ആകണം എന്നില്ല. വളരെ ടൈറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും ഇത്. സോ മെമ്മറി റീസൈസിങ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പോസിബിൾ ആകണം എന്നില്ല. അറേ സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ. സോ അറേ റിക്വയർസ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ടു സ്റ്റോർ ഡേറ്റ. സോ ഇതാണ് നമ്മളുടെ അറേയുടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം എനിക്കിപ്പോൾ ഇവിടെ 3rd ലൊക്കേഷനിൽ ഒരു ഡേറ്റ ഇരിപ്പുണ്ട്. എനിക്ക് അവിടേക്ക് പുതിയൊരു ഡേറ്റയെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ടുള്ള എലമെൻസിനെ, ഈ ഒരു ലൊക്കേഷനിൽ വരുന്ന എലമെൻസിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ എനിക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ ചെയ്താലേ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയൊരു എലമെൻറ്റിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതെപ്പോഴും പോസിബിൾ ആകണം എന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ അറേയുടെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ഇൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഡേറ്റ സ്ട്രക്ചറാണ് അറേ. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസിനെ എല്ലാം ഓവർകം ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ അടുത്തൊരു ഡേറ്റ സ്ട്രക്ചർ കൊണ്ടുവന്നത്, ഈ ഡിസഡ്വാൻറ്റേജ് എല്ലാം ഓവർകം ചെയ്യുന്നുള്ള രീതിയിൽ. സോ ദാറ്റ് ഈസ് കാൾഡ് ഡൈനാമിക്, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് എങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ. സോ അപ്പോൾ എന്താണ് ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡേറ്റ സ്ട്രക്ചറിൻ്റെ സൈസ് റൺ ടൈമിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആവശ്യാനുസരണം അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയാം. സോ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ അവിടെ അവൈലബിൾ ആയിരിക്കണം. സോ സിയിൽ എന്ന് പറയുമ്പം ഈ ഒരു ഡൈനാമിക്കലി നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ഫങ്ഷൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സം ലൈബ്രറി ഫങ്ഷൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് std_lib.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത് നിങ്ങൾ ഓൾറെഡി സിയിൽ പഠിച്ചിട്ടുണ്ടാവും. malloc, calloc, ദെൻ റീഅലോക്ക് എന്ന് പറയുന്നതാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന, ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലൈബ്രറി ഫങ്ഷൻസ്. ദെൻ അങ്ങനെ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിൽ നമുക്കത് റീഅലോക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫ്രീ എന്ന് പറയുന്ന ഫങ്ഷനും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് malloc എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. malloc കറസ്പോണ്ടിങ് ടു മെമ്മറി അലോക്ക് എന്നുള്ളതാണ് പറയുന്നത്. സോ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് മെമ്മറി അറ്റ് റൺ ടൈം.
റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ malloc ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണോ നമുക്ക് പറയുന്ന അല്ലെങ്കിൽ നമ്മളോട് സ്പെസിഫൈ ചെയ്യുന്ന സൈസ്, ആ സൈസിനനുസരിച്ചിട്ടുള്ള ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ ഫസ്റ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു പോയിൻ്റർ റിട്ടേൺ ചെയ്യും. ദാറ്റ് പോയിൻ്റർ എന്തിലേക്കായിരിക്കും? ഹോൾഡ് ദ അഡ്രസ് ടു ദി ഫസ്റ്റ് അലൊക്കേറ്റ് ചെയ്ത ആ ഒരു മെമ്മറി സ്പേസിൻ്റെ ആദ്യത്തെ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്താണോ അതിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. സോ റിട്ടേൺ എ പോയിൻ്റർ ടു ദി ഫസ്റ്റ് ബൈറ്റ് ഓഫ് ദി അലൊക്കേറ്റഡ് സ്പേസ്. അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന, ഇപ്പം ഒരു മെമ്മറി അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ അഡ്രസ്സ് ഇതിൻ്റെ അഡ്രസ്സ് 101 എന്നാണെന്നുണ്ടെങ്കിൽ ആ അഡ്രസ് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരു പോയിൻ്റർ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. സോ malloc ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ PTR ഈസ് ഈക്വൽ ടു നമ്മുടെ ടൈപ്പ് മെൻഷൻ ചെയ്യണം. ഏത് ടൈപ്പിലാണ് നമ്മൾ പോയിൻ്റർ, അതായത് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്ന ഇൻറ്റിജർ ടൈപ്പിലാണോ, ക്യാരക്ടർ ടൈപ്പിലാണോ, ഫ്ലോട്ട് ആണോ എന്നുള്ളത് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് മെൻഷൻ ചെയ്യണം. ദെൻ malloc എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് എത്ര സൈസാണ് അവൈലബിൾ ആകേണ്ടത്. സോ ഇവിടെ എക്സാമ്പിൾ PTR is a pointer, then int star malloc 100 into size of int എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻറ്റിൻ്റെ സൈസിൽ 100 ബ്ലോക്സ് അലൊക്കേറ്റ് ചെയ്യും. 100 ബ്ലോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 100 ഇൻറ്റു സൈസ് ഓഫ് ഇൻ്റ് ആണ്. ഇൻറ്റിൻ്റെ സൈസ് നമ്മുടെ കമ്പൈലർ വേരി ചെയ്യുന്ന കണക്ക് വേരി ചെയ്യും. ദെൻ സപ്പോസ് ഇവിടെ 2 ബൈറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ 2 ബൈറ്റ്സ് വീതമുള്ള 100 ബ്ലോക്സ് ആയിരിക്കും ഇവിടെ അലൊക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അഡ്രസ്സിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്ററാണ് PTR. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ malloc ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡൈനാമിക്കലി മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ദെൻ ഇപ്പോൾ ഡൈനാമിക്കലി മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. സോ ഡൈനാമിക്കലി അങ്ങനെ മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഒരു സ്ട്രക്ചർ വിച്ച് കണ്ടെയ്ൻസ് എ പോയിൻ്റർ ടു ഇറ്റ് സെൽഫ്, അതായത് അതിൻ്റെ അതേ ടൈപ്പിലുള്ള ഒരു മറ്റൊരു സ്ട്രക്ചറിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ പേരിൽ തന്നെയുണ്ട് സെൽഫ് റെഫറൻഷ്യൽ. അപ്പോൾ നമുക്കൊരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ വേരിയബിളിൻ്റെ ടൈപ്പ് പറയാറുണ്ട്. സോ ഇവിടെ പോയിൻ്റർ PTR എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിൻ്റർ ഓഫ് ടൈപ്പ് ഇൻറ്റ്. അതായത് ഈ PTR എന്ന് പറയുന്ന വേരിയബിൾ പോയിന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ്സാണ്. നമുക്കറിയാം PTR ഒരു പോയിൻ്ററായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പം അതിനകത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്ന സം അനദർ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. ഇവിടെ PTR ഈസ് എ പോയിൻ്റർ വിച്ച് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. സപ്പോസ് എ ഈസ് ദ വേരിയബിൾ ഹിയർ. എന്ന് പറയുന്ന വേരിയബിൾ അതിൻ്റെ അഡ്രസ്സ്, ഇതിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ 200 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 200 എന്ന് പറയുന്ന അഡ്രസ്സ് ആയിരിക്കും നമ്മൾ ഈ PTRൽ ഇരിക്കുന്നത്. ദെൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളത്, ഇവിടെ ഈ PTR എന്ന് പറയുന്ന പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ആരെയാണ്? ഒരു ഇൻറ്റിജർ ഡേറ്റയാണ്, ഒരു ഇൻറ്റിജർ ഡേറ്റ. അതുകൊണ്ടാണ് നമ്മൾ ഈ PTRൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ് ആയിട്ട് കൊടുത്തത്. സോ PTR ഈസ് എ പോയിൻ്റർ വിച്ച് പോയിൻറ്റ്സ് ടു ആൻ ഇൻറ്റിജർ ഡേറ്റ, ദറ്റ് ഈസ് കാൾഡ് എ. എന്ന് പറയുന്ന ഇൻറ്റിജർ ഡേറ്റയെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണ് PTR. സോ അപ്പോൾ പോയിൻ്ററിൻ്റെ ടൈപ്പും ഇവിടെ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ അപ്പോൾ ഇവിടെ PTR എന്ന് പറയുന്ന എ എന്ന് പറയുന്ന വേരിയബിളിനെയാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് പോയിൻ്റർ ടു പോയിൻ്ററും പോസിബിൾ ആണ്. അതായത് എ പോയിൻ്റർ ഹോൾഡ് ദ അഡ്രസ് ഓഫ് അനദർ പോയിൻ്റർ വേരിയബിൾ, ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. സോ അപ്പോൾ അതിനെയാണ് നമ്മളെന്ന് പറയുക സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇവിടെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പിലുള്ള മെമ്പേഴ്സിന് ഡിഫറെൻറ്റ് വേരിയബിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന വേരിയബിൾസ് ആണ് ഒരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് data1 ആൻഡ് അനദർ വേരിയബിൾ ഉണ്ട് data2. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രക്ചർ നോഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിലെ മറ്റൊരു ഡേറ്റയാണ് അല്ലെങ്കിൽ മറ്റൊരു വേരിയബിളാണ് ലിങ്ക്. ഇറ്റ് ഈസ് എ പോയിൻ്റർ. ലിങ്ക് ഈസ് എ പോയിൻ്ററാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? അതൊരു പോയിൻ്ററാണ്. ഈ സ്റ്റാർ എന്ന് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു പോയിൻ്ററാണ്. ദെൻ അതിൻ്റെ ടൈപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ്? ഈ സ്ട്രക്ചറിൻ്റെ പേര് എന്താണോ അത് തന്നെയാണ് ഈ പോയിൻ്ററിൻ്റെയും ടൈപ്പായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ലിങ്ക് എന്ന് പറയുന്ന ഇറ്റ്സ് എ പോയിൻ്റർ വിച്ച് പോയിൻറ്റ്സ് ടു ദി സെയിം സ്ട്രക്ചർ. ആ ഒരു മറ്റൊരു സ്ട്രക്ചറിനെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണ് ഈ ലിങ്ക് എന്ന് പറയുന്ന വേരിയബിൾ.
അപ്പോൾ അങ്ങനെയുള്ള പോയിന്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്. സോ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഹാവ് വൺ ഓർ മോർ പോയിന്റേഴ്സ് വിച്ച് പോയിന്റ് ടു ദി സെയിം ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആസ് ദെയർ മെമ്പർ. അപ്പോൾ ഒരു സ്ട്രക്ചറിനകത്ത് ഒരു വേരിയബിൾ ഉണ്ടാവും, അതിൻ്റെ ഒരു മെമ്പർ ഉണ്ടാവും, ദാറ്റ് ഈസ് എ പോയിന്റർ വിച്ച് പോയിന്റ്സ് ടു ദ സെയിം സ്ട്രക്ചർ. സോ അതിനുകൊണ്ടാണ് നമ്മളവരെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് എന്നുള്ള പേരിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചറിന് കൊടുക്കുന്ന കീവേഡൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സ്ട്രക്ചർ എന്നുള്ള കീവേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. ദെൻ സ്ട്രക്ചറിൻ്റെ പേരാണ് ലിസ്റ്റ്. സോ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി ക്രിയേറ്റ് ആവുന്നത്? അതിനകത്തൊരു ഡേറ്റ, ഇൻറ്റിജർ ഡേറ്റയുണ്ട്, പിന്നെ മറ്റൊരു പോയിന്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്ററിൻ്റെ ടൈപ്പ് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? സ്ട്രക്ട് ലിസ്റ്റ്. ദാറ്റ് മീൻസ് ഈ സെയിം സ്ട്രക്ചറിനെ തന്നെ അതിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് പോയിന്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, നോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നോഡ് എന്ന് പറയുന്നത് പോയിന്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്? ലിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അതേ അഡ്രസ്സാണ് അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ പറഞ്ഞത് സ്ട്രക്ചേഴ്സ്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ദെൻ ഇനി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കതിൻ്റെ സൈസിനെ അല്ലെങ്കിൽ അതിലുള്ള എത്ര വേണം, ആ ലിസ്റ്റിലെന്ന് പറയുമ്പോൾ കുറേയധികം എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. സോ അതിലുള്ള ഓരോ ലിസ്റ്റിലുള്ള ഓരോ കമ്പോണൻറ്റും എന്താണ്, നമുക്ക് ഇഷ്ടാനുസരണം ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. സോ ഇറ്റ് ക്യാൻ ഗ്രോ ഓർ ഷ്രിങ്ക് ഇൻ സൈസ് ആസ് ദ പ്രോഗ്രാം റൺസ്. ദെൻ ഇവിടെ നമുക്ക് ഇഷ്ടാനുസരണം ഗ്രോ ചെയ്യാനും ഡിലീഷൻ ചെയ്യാനും പറ്റുമെന്ന് പറയുമ്പോൾ അതിലൂടെ മീൻ ചെയ്യുന്ന എന്താണ്? ഇൻസേർഷനും ഡിലീഷനും ഒക്കെ നമുക്ക് ഈ ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇവിടെ ഈ ലിങ്ക് ലിസ്റ്റിലെ ഓരോ നോഡും എന്തായിരിക്കും? ഒരു മെമ്പർ ആയിരിക്കും. അതിനകത്ത് ഡേറ്റാസ് ഉണ്ടാവും. അപ്പോൾ ഒന്നിലധികം ഡേറ്റാസ് ഉണ്ടാവാം. ദെൻ ഡേറ്റ കൂടാതെ ഓരോ നോഡിലും എന്തുണ്ട്? ഓരോ പോയിന്റർ ഉണ്ട്. അത് പോയിന്റ് ചെയ്യുന്ന എന്താണ്? ഈ നോഡിൻ്റെ അതേ ടൈപ്പിലുള്ള മറ്റൊരു നോഡിനെ ആയിരിക്കും ഇത് പോയിന്റ് ചെയ്യുന്നത്. സോ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് നിങ്ങൾ തീവണ്ടിയുടെ ബോഗീസ് കണ്ടിട്ടില്ലേ? അപ്പോൾ തീവണ്ടിയുടെ ഓരോ ബോഗീസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? സോ അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീവണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്, ഒരു കണക്ഷൻ പോയിന്റ് നിങ്ങൾക്ക് കാണാം. ഈ പോയിന്റ് കണക്ട് ചെയ്യുന്ന അടുത്തൊരു ബോഗിയിലേക്കായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമുക്ക് ലിങ്ക് ലിസ്റ്റിനെയും കുറിച്ച് പറയുന്നത്. ലിങ്ക് ലിസ്റ്റിൽ എന്ന് പറയുമ്പോൾ അവിടെ ഡേറ്റാസ് ഉണ്ടാവും, കുറേയധികം ഡേറ്റാസ്, ഒന്നിലധികം ഡേറ്റാസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഈ നോഡിൻ്റെ അതേപോലെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് നോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന നോഡിൻ്റെ ഒരു അഡ്രസ് വാല്യൂവും കൂടി ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്കത്, ഇപ്പം ഈ ഒരു പോയിന്റിൽ ഞാൻ അടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് ഈസിലി ഇവിടുന്ന് ട്രാവേഴ്സ് ചെയ്ത് എന്ത് ചെയ്യാം? അടുത്ത നോഡിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സിമിലർലി ഈ ഒരു നോഡ് നോക്കുകയാണെങ്കിൽ അതിലും അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് ട്രാവേഴ്സ് ചെയ്തിട്ട് അടുത്ത നോഡിലേക്ക് എത്തിച്ചേരാം. സോ ഒരു ചെയിൻ ലൈക്ക് ഫാഷൻ. അപ്പോൾ അതാണ് നമ്മളിവിടെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിങ്ക് ലിസ്റ്റ്, അതായത് കണക്ട് ചെയ്തിരിക്കുന്ന കുറേ ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ഈ അടുത്തടുത്തുള്ള എലമെൻസിൻ്റെ അഡ്ജസൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഈ പോയിന്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അവരെ ലിങ്കുകളെന്ന് വിളിക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോഡ് എന്ന് പറയുമ്പം അതിനകത്ത് മൾട്ടിപ്പിൾ ഡേറ്റാ മെമ്പേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒന്നോ അതിലധികമോ ഡേറ്റാ മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ഒരു പോയിന്റർ ഉണ്ടാവും. ഈ പോയിന്റർ എന്ന് പറയുന്ന ആക്ച്വലി ഇതേ ടൈപ്പിലുള്ള മറ്റൊരു നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ പോയിന്ററിനകത്ത് ഉണ്ടാവുക. സോ ലിങ്ക് ലിസ്റ്റിനെ ലിങ്ക്ഡ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഓരോ നോഡിനും ഒരു പോയിന്റർ ഉണ്ടാവും. ദാറ്റ് പോയിന്റ്സ് ടു ദി നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ്, ഇത് തന്നിരിക്കുന്ന ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഇതിൽ ഫസ്റ്റ് നോഡാണിത്, 1 എന്ന് പറയുന്ന ഫസ്റ്റ് നോഡ്. ആ ഫസ്റ്റ് നോഡിൽ കുറേ ഡേറ്റ പാർട്ടൊക്കെ ഉണ്ട്. സോ ഡേറ്റ പാർട്ട് ഈസ് ഹിയർ. ദെൻ അതുപോലെ ഇതിന് കഴിഞ്ഞിട്ട് അടുത്ത നോഡ് ആരാണോ ആ നോഡിൻ്റെ അഡ്രസ്സ് ഇവിടെ ഉണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഈ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നോഡിലേക്ക് എത്തിക്കൂടെ? സോ അവിടെ ചെല്ലുമ്പോഴും എഗെയിൻ അവിടെ എന്തുണ്ട്? ഇതിൻ്റെ രണ്ടാമത്തെ നോഡാണ്, അതിൻ്റെ ഡേറ്റ പാർട്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ അടുത്ത നോഡിൻ്റെ അഡ്രസ്സും ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് അടുത്ത നോഡിലേക്ക് എത്തുമ്പം അവിടുത്തെ അഡ്രസ് പാർട്ട് അല്ലെങ്കിൽ അതിനടുത്ത നോഡിൻ്റെ അഡ്രസ് പാർട്ട് നൾ എന്ന് പറയുമ്പം എന്താ അവിടെ മീൻ ചെയ്യുന്നത്? ഇത് കഴിഞ്ഞിട്ട് ദിസ് ഈസ് ദ ലാസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. ഇതാണ് ഈ ഒരു ലിസ്റ്റിലുള്ള ലാസ്റ്റ് നോഡ്. അത് കഴിഞ്ഞിട്ട് അടുത്ത നോഡുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ നൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
സോ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നോഡുകളുടെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഈ നോഡുകളെന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ ഡേറ്റാസിനെയൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഇൻറ്റിജർ ഡേറ്റ ഉണ്ടാവും, ക്യാരക്ടർ ഡേറ്റ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത നോഡിനിലേക്ക് എനിക്ക് ട്രാവേഴ്സ് ചെയ്യാൻ സീക്വൻഷ്യലായിട്ടല്ല അവരിയ്ക്കുന്നത്, ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു നോഡ് ഇരിക്കുന്നത് C200 എന്ന് പറയുന്ന ലൊക്കേഷനിലാണെങ്കിൽ അടുത്ത നോഡെന്ന് പറയുന്നത് ചിലപ്പോൾ 1000-ലായിരിക്കാം ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ 1000-ലേക്ക് എത്തുക? എന്തുണ്ട്, എനിക്ക് ഇവിടുന്ന് ഒരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ട്. അതായത് ഈ നോഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നോഡ് എവിടെയാണെന്ന് എനിക്കിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്ററിനകത്ത് അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് 1000 ആണ് എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ആ 1000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോവാം, അവിടെയുള്ള ഡേറ്റാസിനെ എല്ലാം ആക്സസ് ചെയ്യാം. ദ സെയിം വേ ഈ നോഡിനകത്ത് എന്തുണ്ട്, അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 320 എന്ന് പറയുന്ന അഡ്രസ്സാണെന്ന് വിചാരിക്കാം. സോ ഇവിടെ എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് 320 എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുവഴി എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഈ 320 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിലേക്ക് പോയിട്ട് നെക്സ്റ്റ് നോഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതാണ് ലിങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള മറ്റൊരു വഴിയാണ്. അപ്പോൾ ഓരോ ലിസ്റ്റിനെയും അല്ലെങ്കിൽ ലിസ്റ്റിലുള്ള ഓരോ ഡേറ്റയെയും നമ്മളൊരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. സ്ട്രക്ചറിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോയിൻ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കതിനെ ലിങ്ക് എന്ന് പറയാം. അത് അടുത്ത നെക്സ്റ്റ് ഡേറ്റ ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണിത്. ദെൻ അങ്ങനെ ലിസ്റ്റുകളെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ലിങ്ക് ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് സ്ട്രക്ചർ, അപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ നോക്കുക, അതിൽ ഡേറ്റ ഉണ്ടാവും, ദെൻ ഒരു പോയിൻ്ററും ഉണ്ടാവും. ഈ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന എന്തിനേക്കായിരിക്കും, അടുത്തൊരു സ്ട്രക്ചറിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. സിമിലർലി അടുത്ത സ്ട്രക്ചറിൽ പോകുമ്പോൾ അവിടെയും ഡേറ്റാസ് ഉണ്ടാവും, തൊട്ടടുത്ത സ്ട്രക്ചറിലേക്കുള്ള പോയിൻ്ററും ഉണ്ടാവും. സോ ഇതാണ് നമ്മളുടെ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഞാൻ നോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഡേറ്റ ആയിട്ട് അതിൻ്റെ മെമ്പേഴ്സായിട്ട് ഒരു ഇൻറ്റിജർ ഡേറ്റ ഉണ്ട്. ദെൻ അടുത്തൊരു മെമ്പർ എന്ന് പറയുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിൻ്ററാണ്. ഇറ്റ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് അനദർ സ്ട്രക്ചർ എന്നുള്ളതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. The pointer variable next contain either the address of the location in the memory of the successor list element or the special value null ആയിരിക്കും. ഒന്നെങ്കിൽ അടുത്ത നോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ നെക്സ്റ്റിനകത്ത് ഹോൾഡ് ചെയ്യുക. അതല്ല അടുത്ത എലമെൻ്റ് ഒന്നുമില്ല, എനിക്ക് ഈ നോഡിൽ ഈ ഒരു സ്ട്രക്ചറിൽ ലിസ്റ്റിൽ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂവെങ്കിൽ ഇതിനകത്ത് വരുന്ന വാല്യൂ എന്തായിരിക്കും, നൾ ഓർ സീറോ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അപ്പം നൾ എന്ന് പറയുമ്പം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ ലിസ്റ്റിൻ്റെ എൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദർ ഈസ് നോ സക്സസർ എലമെൻറ്റ് ആഫ്റ്റർ ദിസ് നോഡ് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്ട്രക്ചർ നോഡ് ABC. അപ്പോൾ എയിൽ ഞാൻ ഒരു ഡേറ്റ 1 എന്നുള്ള ഡേറ്റ, ബിയിൽ 2 ആൻഡ് സിയിൽ 3. ദെൻ എയുടെ നെക്സ്റ്റിലേക്ക് ഞാൻ ബിയുടെ നെക്സ്റ്റ് എടുത്ത് വെക്കുന്നു, ബിയുടെ നെക്സ്റ്റിലേക്ക് സിയുടെ നെക്സ്റ്റ് എടുത്ത് വെക്കുന്നു, സിയുടെ നെക്സ്റ്റിൽ നൾ. ദാറ്റ് മീൻസ് അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ഓക്കെ, അപ്പം എയിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാം, എയുടെ നെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ബിയുടെ അഡ്രസ്സ് കിട്ടും. സോ അതുവഴി എനിക്ക് ബിയിലേക്ക് എത്താം. ബിയുടെ നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, എനിക്ക് സിയുടെ അഡ്രസ്സ് കിട്ടും. സോ അതുവഴി എനിക്ക് സിയിലേക്ക് എത്താം. സിയുടെ നെക്സ്റ്റിൽ എന്ന് പറയുമ്പോൾ നൾ ആണ്, മീൻസ് അവിടെ ഈ ഒരു സ്ട്രക്ചർ തീർന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഇപ്പം എ ഡോട്ട് നെക്സ്റ്റിൽ ആംപ്രസൻ ബി എന്ന് പറഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ അഡ്രസ്സ് എന്താണോ അതായിരിക്കും ഇവിടെ ഹോൾഡ് ചെയ്യുക. സപ്പോസ് ഇതിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് 1000 ആണെന്ന് വിചാരിക്കുക. സോ 1000. അപ്പോൾ അടുത്തതിൻ്റെ എന്ന് പറയുന്ന ഒരു 350. ദെൻ അടുത്തതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2000. സോ അങ്ങനെയാണെങ്കിൽ ഈ എയുടെ നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ് എന്തായിരിക്കും, 350 എന്ന് പറയുന്ന അഡ്രസ്സായിരിക്കും സ്റ്റോർ ചെയ്യുക. ദെൻ ബിയുടെ നെക്സ്റ്റിൽ എന്തായിരിക്കും, 2000 എന്ന് പറയുന്ന അഡ്രസ്സായിരിക്കും സ്റ്റോർ ചെയ്യുക. ദെൻ അതിൻ്റെ നെക്സ്റ്റിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക, 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. സോ അപ്പം ഞാൻ ചോദിക്കുന്നത് എ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ അതിനകത്ത് അത് പോയിന്റ് ചെയ്യുന്ന ഡേറ്റ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ എനിക്ക് പ്രിൻറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, 2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. എ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ, അവിടെ ആ ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡേറ്റ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ദെൻ അടുത്ത എ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് എ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ കിട്ടും. ദെൻ അതിൻ്റെ നെക്സ്റ്റ് എ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന 350 എന്ന് പറയുന്ന ലൊക്കേഷനാണ്. അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 2000 ആണ്. സോ 2000ൻ്റെ ഡേറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, 3 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഓരോ നോഡുകളിലെയും ഡേറ്റയും അഡ്രസ് പാർട്ടും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഡോട്ട് ഓപ്പറേറ്റർ, ആരോ ഓപ്പറേറ്ററും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സീരീസ് ഓഫ് കണക്റ്റഡ് നോഡ്സ്. ഓരോ നോഡിലും ഓരോ പീസ് ഓഫ് ഡേറ്റ ഉണ്ടാവും. അത് ഏത് ടൈപ്പിലുള്ള ഡേറ്റ വേണോ, ഇൻഡിജർ ഡേറ്റോ ക്യാരക്ടർ ഡേറ്റോ. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ അത് ക്യാരക്ടർ ഡേറ്റയാണ്. ദെൻ ഒരു പോയിന്റർ ഉണ്ടാവും വിച്ച് പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ നോഡ് ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് ഹെഡ്. ഹെഡ് എന്ന് പറയുമ്പം ഈ നോഡിൽ ഇറ്റ് പോയിന്റ് ടു ദി ഫസ്റ്റ് നോഡ് ഓഫ് ദ ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പോയിന്ററാണ് ആര്, ഹെഡ്. ഹെഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പോയിന്റർ ടു ദ ഫസ്റ്റ് നോഡ്. ദെൻ ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്ന പോയിന്റ് ചെയ്തിരിക്കുന്ന എവിടേക്കായിരിക്കും, നള്ളിലേക്കായിരിക്കും. അപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് 2 പാർട്ടുണ്ട്, ഒരു ഡേറ്റ പാർട്ടും ഉണ്ട്, ദെൻ ഒരു പോയിന്റർ ടു നെക്സ്റ്റ് നോഡിലേക്കുള്ള ഒരു പോയിന്റർ പാർട്ടും ഉണ്ടാവും. സോ ഓരോ നോഡിലും നമുക്ക് വാല്യൂസ് ഉണ്ടാവും, ഒരു ലിങ്ക് ഉണ്ടാവും, ലിങ്ക് പോയിന്റ് ടു ദി സം അനദർ നോഡ്. ദെൻ ലാസ്റ്റ് നോഡ് എന്ന് പറയുമ്പോൾ നൾ ലിങ്ക് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഒരു ഹെഡർ ഉണ്ടാവും, ആ ഹെഡറിനകത്ത് അതിനകത്ത് ഡേറ്റ പാർട്ടില്ല. ദെൻ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്തായിരിക്കും, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആൻഡ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് നമുക്കതിൽ പുതിയ എലമെൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഓരോ നോഡിലും അടുത്ത ഒരൊറ്റ നോഡിലേക്കുള്ള ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക, വിച്ച് പോയിന്റ്സ് ടു ദി സബ്സിക്വൻറ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. തൊട്ടടുത്ത ലിങ്ക് നോഡ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഒരു നോഡിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഹെഡർ നോഡ് ഫസ്റ്റ് നോഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് നോഡിൻ്റെ ഹെഡർ അഡ്രസ് പാർട്ടിൽ എന്ന് പറയുമ്പോൾ നൾ വാല്യൂ ആയിരിക്കും. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് മാത്രമായിരിക്കും മൂവ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു വൺ വേ ലിസ്റ്റ് എന്നാണ് സിംഗ്ലി ലിങ്ക് ലിസ്റ്റിനെ പറയുന്നത്. അപ്പോൾ ഒരു സിംഗ്ലി ലിസ്റ്റിൽ തന്നിരിക്കുന്ന ഒരു സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹെഡറിനകത്ത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, ഒരു ഹെഡർ. അപ്പോൾ ഹെഡറിനകത്ത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ദെൻ ഇതിൽ നമ്മൾ പുതിയ നോഡുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, എനിക്ക് ബിഗിനിങ്ങിൽ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ബെറ്റ്വീൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം, അതൊക്കെ പോസിബിളാണ്. അപ്പോൾ ഓരോ നോഡിലും ഡേറ്റ ഉണ്ടാവും, നെക്സ്റ്റ് നോഡിലേക്കുള്ള ലിങ്കും ഉണ്ടാവും. അപ്പോൾ ഹെഡർ പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ലിസ്റ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഹെഡർ പോയിന്റ് ചെയ്യുക. ഇതിന് ഓരോ എലമെൻറ്റ് പോയിന്റ് ചെയ്യുന്ന തൊട്ട് അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ലാസ്റ്റ് എലമെൻറ്റിൽ ലിങ്കിൽ എന്ന് പറയുമ്പോൾ നൾ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് നോഡ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡേറ്റ ഉണ്ട്. ഇവിടുത്തെ ഡേറ്റ എന്ന് പറയുന്നത് 10 ആൻഡ് അനദർ നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ 5048. അപ്പോൾ രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ ആദ്യത്തെ നോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്ത അതിപ്പോൾ ആ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ നോഡിലേക്ക് ട്രാവൽ ചെയ്ത് വരാം. ദെൻ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡേറ്റയുണ്ട്, ഒരു ലിങ്ക് പാർട്ടും ഉണ്ട്. ആ ലിങ്ക് പാർട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ദെൻ അതുവഴി എനിക്ക് ലാസ്റ്റ് നോഡിലേക്ക് എത്തി. ലാസ്റ്റ് നോഡിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് നോഡിൽ ഒരു ഡേറ്റ പാർട്ട് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുമ്പോൾ നള്ളായിരിക്കും. ദാറ്റ് മീൻസ് അത് മറ്റൊരു നോഡിനെയും പോയിന്റ് ചെയ്യുന്നില്ല, അത് അവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമുക്ക് ഈ ഒരു സിംഗ്ലി ലിങ്ക് ലിസ്റ്റിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സ്ട്രക്റ്റ്, ദെൻ നോഡിൻ്റെ പേര് പറയാം, നിങ്ങൾക്ക് ഡേറ്റ ഐറ്റംസ്, മൾട്ടിപ്പിൾ ഡേറ്റ ഐറ്റംസ് കൊടുക്കാം. ദെൻ ഒരു പോയിന്റർ ഉണ്ടാവും വിച്ച് പോയിന്റ്സ് ടു ദി നെക്സ്റ്റ് എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ്. സോ ഈ രീതിയിലാണ് നമ്മൾ ഒരു സിംഗ്ലി ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലുള്ള ഡേറ്റാസ് എന്ന് പറയുന്ന റോൾ നമ്പർ ഒരു ഡേറ്റ, നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറയാണ്, ഏജ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഡേറ്റ, ദെൻ അടുത്ത നോഡിലേക്കുള്ള അഡ്രസ്സും ഉണ്ടാവും. സപ്പോസ് ദെയർ ആർ 3 സ്റ്റുഡൻറ്റ് റെക്കോർഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 3 നോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു കറസ്പോണ്ടിങ് ടു ഓരോ സ്റ്റുഡൻറ്റിനും.
അപ്പോൾ ഫസ്റ്റ് നോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് റോൾ നമ്പർ സ്റ്റോർ ചെയ്യണം, നെയിം സ്റ്റോർ ചെയ്യണം, ഏജ് സ്റ്റോർ ചെയ്യണം, ദെൻ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ N1. ദെൻ ഇതുപോലെ നമ്മൾ N2 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ അതുപോലെ N3 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. N1ൻ്റെ നെക്സ്റ്റിൽ ആംപ്രസൺ ഓഫ് N2 എടുത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1ൻ്റെ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ N2ലേക്ക് നിങ്ങൾക്ക് എത്താം. N2ലെ നെക്സ്റ്റിൽ ആംപ്രസൺ ഓഫ് N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2ൻ്റെ നെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് N3യിലേക്ക് എത്താം. N3യുടെ നെക്സ്റ്റിലെന്ന് പറയുമ്പോൾ നള്ളാണ്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ്. ദിസ് ഈസ് N1, N2 ആൻഡ് N3. ഓക്കെ, അപ്പോൾ നമുക്ക് ലിങ്ക് ലിസ്റ്റിനെ എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് രണ്ട് രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ യൂസിങ് അറേയും ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ യൂസിങ് ഫ്രീ പൂൾ സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് മെമ്മറിയിൽ എങ്ങനെയാണ് ഈ ലിങ്ക് ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സപ്പോസ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് വിത്ത് 6 നോഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നോഡ് 1, 2, 3, 4, 5 ആൻഡ് 6 നോഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് നമുക്ക് ഹെഡറിലുണ്ട്, ദെൻ അടുത്ത ഓരോരോ നോഡുകളുടെ അഡ്രസ്സായിട്ട് ഓരോ നോഡുകളിലുണ്ട്. ഫൈനൽ നോഡിൽ എന്ന് പറയുമ്പോൾ ലിങ്ക് എന്ന് പറയുന്നത് നള്ളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് അറയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒന്ന് നമ്മുടെ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടും മറ്റൊന്ന് ലിങ്കിനായിട്ടും. സോ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പം ഇനിഷ്യലി ഹെഡർ പോയിന്റ് ചെയ്യുന്നത് ഏത് നോഡിലാണ്, നമ്മുടെ ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഹെഡർ പോയിന്റ് ചെയ്യുന്നത് ആദ്യത്തെ നോഡിലേക്കല്ലേ. ആ നോഡിൻ്റെ ഡേറ്റ നമുക്ക് എന്ത് കിട്ടും, ഈ ഹെഡർ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ എന്ന് പറഞ്ഞ് ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡേറ്റ കിട്ടും. സോ അത് പോയിന്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ 44 എന്നുള്ള മെമ്മറി ലൊക്കേഷനിലാണ്. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് 59 എന്ന് പറയുന്ന ആദ്യത്തെ നോഡിൻ്റെ ഡേറ്റ ആക്സസ് ചെയ്യാം. ദെൻ അതിൻ്റെ എന്താണ് അഡ്രസ് ലിങ്ക് നമുക്ക് കൊടുത്തിരിക്കുന്ന 41 ആണ്. അതായത് ഇതിന് ശേഷം നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഇരിക്കുന്നത്, 41. അപ്പോൾ 41 എന്നുള്ള ലൊക്കേഷനിൽ പോകുമ്പം അടുത്ത നോഡിൻ്റെ ഡേറ്റ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും 38. ദെൻ ഇനി 38ൻ്റെ ലിങ്ക് നമുക്ക് കൊടുത്തിരിക്കുന്നത് 50യിലാണ്. ദാറ്റ് മീൻസ് അടുത്ത നോഡ് ഇരിക്കുന്ന അഡ്രസ്സ് എവിടെയാണ്, 50യിലാണ്. ദാറ്റ് ഈസ് 64 എന്നുള്ള ഡേറ്റ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ദെൻ അതിനുശേഷം അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന 43. ദാറ്റ് മീൻസ് 43 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ കിട്ടും 14. ദെൻ 14ൽ ലിങ്ക് ചെയ്തിരിക്കുന്ന വാല്യൂ 47 ആണ്. 47 എന്നുള്ള ലൊക്കേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത നോഡിൻ്റെ ഡേറ്റ കിട്ടും, ദാറ്റ് ഈസ് 72 എന്ന് പറയുന്ന ഡേറ്റ കിട്ടും. ദെൻ അടുത്തത് 72ൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പോവാം, 45ലേക്ക് പോവാം. 45 വരുവാണെങ്കിൽ 45ൽ 80 എന്ന് പറയുന്ന ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ ലിങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, വാല്യൂസ് ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് നള്ളാണ്. സോ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അവിടെ വെച്ച് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അപ്പം സ്റ്റാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് അറേസ് ഉപയോഗിക്കുന്നുണ്ട്. വൺ ഈസ് കറസ്പോണ്ടിങ് ടു ഡേറ്റ, അനദർ വൺ ഈസ് കറസ്പോണ്ടിങ് ടു ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ. ദെൻ ഇത് കൂടാതെ നമുക്ക് ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട് യൂസിങ് ഫ്രീ പൂൾ സ്റ്റോറേജ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ലിങ്ക് ലിസ്റ്റിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്മറി ബാങ്ക് ഉണ്ട്. മെമ്മറി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീ സ്പേസുകളുടെ ഒരു കളക്ഷനാണ് മെമ്മറി ബാങ്ക്. ദെൻ മെമ്മറി മാനേജർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്കൊരു നോഡ് ആവശ്യമുള്ളത് ആ റിക്വസ്റ്റിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്, മെമ്മറി മാനേജറിലേക്ക് കൊടുക്കും. അതെന്ത് ചെയ്യും, ഈ മെമ്മറി ബാങ്കിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ആരെങ്കിലും ബ്ലോക്സുകൾ അവൈലബിൾ ആണോ, അവർ റിക്വസ്റ്റ് ചെയ്ത അത്രയും ബ്ലോക്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണോ ചെക്ക് ചെയ്യും. ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ഗ്രാൻഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് മെമ്മറി മാനേജറുടെ ഡ്യൂട്ടി. ദെൻ ഗാർബേജ് കളക്ടർ എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാം ഉണ്ട്. അത് അൺയൂസ്ഡ് ആയിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന ആൾക്കാർ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അവരെ മെമ്മറി ബാങ്കിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്, ഗാർബേജ് കളക്ടർ ചെയ്യുന്നത്. സോ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ അവയിൽ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഫ്രീ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്സ് ആണ്. അപ്പോൾ എനിക്കൊരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആരോട് ചോദിക്കണം, മെമ്മറി മാനേജറിനോട് ചോദിക്കണം. അപ്പോൾ പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ, അപ്പോൾ മെമ്മറി മാനേജറാണ് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഒരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ എക്സ് എന്ന് പറയുന്ന നോഡ്, ഈ നോഡിന്
ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് വൈ എന്ന് പറയുന്ന ഇവിടുത്തെ നോഡ്, ആ എക്സ് വൈ എന്ന് പറയുന്ന നോഡിന് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അഡ്രസ്സ് എടുത്ത് ന്യൂയിലേക്ക് കൊടുത്തു. ദാറ്റ് മീൻസ് ഓൾറെഡി ഉള്ള ഒരു ലിസ്റ്റിൻ്റെ നെക്സ്റ്റ് എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തു, എക്സ് വൈയിലേക്ക് പോയിന്റ് ചെയ്തു. സോ ഇപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത നോഡുകളൊന്നും ഇല്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നെക്സ്റ്റ് ഇവിടെ എന്താക്കി കൊടുത്തത്, നള്ളാക്കി കൊടുത്തത്. ദെൻ ഇതിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ലിസ്റ്റിനകത്തും ഒരു അപ്ഡേഷൻ ആവശ്യമുണ്ട്. സോ ഇതിന് തൊട്ട് മുന്നേ ഉള്ള നോഡിന് ഇതിലേക്കായിരുന്നു പോയിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമുക്കത് ഫ്രീ അല്ല, ഇനി ഫ്രീ ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു മെമ്മറി ഇപ്പം അലൊക്കേറ്റഡ് ആയി. അതുകൊണ്ട് ഇതിന് തൊട്ട് മുന്നേ ഉള്ളതിൽ നെക്സ്റ്റ് ഫ്രീ എന്ന് പറയുന്ന അടുത്തായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. സോ ഇതിന് ആരാണ് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുന്നത്, മെമ്മറി മാനേജറാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ.